ഇപ്പോഴത്തെ ഒരു പുതിയ പിശാചാണ് ഈ ഫോൺ വിളി പിശാച്. അത് കയറി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ തകർത്ത് തരിപ്പണമാക്കി കളി. എപ്പോഴും ചിലരെ പരിപാടി ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ചെറിയ പണി ചെയ്യുകയാണെങ്കിൽ തന്നെ അരി അടപ്പത്തിട്ട് വെച്ചും ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന അരി അങ്ങോട്ട് വെള്ളം വറ്റി കരിഞ്ഞു പോകും. കറി അടപ്പത്തിട്ട് വെച്ചും പിന്നെയും ഫോണിൽ ഇടുന്ന ഞോണ്ടലാണ്. ഞോണ്ടി അവസാനം ഫോണും കേടാവും, പിന്നെ കറിയും കേടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ജോലി ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഫോൺ വിളി. അതുകൊണ്ട് പല സ്ഥലത്തും ഇതേമാതിരി ജോലി ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഫോൺ അനുവദിക്കുകയില്ല. പിന്നെ ഫോൺ വിളി മാത്രമല്ല, ഫോണിൽ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, ചാറ്റിങ്, ഗെയിംസ്, കുന്തം കുടച്ചാക്കറ എല്ലാം കൂടെ തകർത്ത് തരിപ്പണമാക്കുന്ന പിശാചാണ് ഈ ഫോൺ വിളി പിശാച് എന്ന് പറയുന്ന സാധനം. അത് അമിതമായാൽ അമൃതം വിഷം. ഫോൺ വേണം, നല്ലതാണ്. ചാറ്റിങ്ങും വേണം, പിന്നെ എന്നതാണ് ഫേസ്ബുക്കും വേണം, ഇൻസ്റ്റഗ്രാമും ഒക്കെ വേണം. പക്ഷേ അതിനെല്ലാം ക്രമീകരിക്കണം. ജോലിയുടെ സമയത്ത് ഈ സാധനം അധികം ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ വിശ്രമ സമയത്തൊക്കെ ചെയ്യാം, കുറച്ചൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം. എന്നാൽ അമിതമാകരുത് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ആരുടെയെങ്കിലുമൊക്കെ പറയുകയാണ് ഇങ്ങനെ തിരുത്തലുകൾ, മോനെ ഇത് ഇങ്ങനെ അമിതമായ ഫോൺ വിളിയാണെന്ന് പറഞ്ഞാൽ ഇത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. തലച്ചോറിനെ ബാധിച്ച് തലച്ചോറിൻ്റെ ശക്തി കുറഞ്ഞു പോകുന്നു. അസുഖമുള്ളവർക്ക്, പ്രത്യേകിച്ച് ബ്രെയിനിലെ മാനസിക രോഗമുള്ളവർ, എപ്പിലെപ്സി ഉള്ളവർ, പിന്നെ ചുഴലി രോഗം, ഹിസ്റ്റീരിയ അല്ലെങ്കിൽ ഓർമ്മക്കുറവ്, ഇങ്ങനെയുള്ളവർ അധികം ഫോൺ അടുത്ത് പിടിച്ച് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ എപ്പോഴും ഫോൺ വിളിക്കരുത്. കിടന്നുകൊണ്ട് ഫോൺ വിളിക്കലും ഇൻസ്റ്റഗ്രാം കാണലും ചെയ്യരുത്. തൊട്ടടുത്ത് ഫോൺ വയ്ക്കരുത്. തലച്ചോറിൻ്റെ തൊട്ടടുത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കരുത്. ഹാർട്ടിനെ അത് അഫക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കർത്താവേ, ഈ ഫോൺ വിളി പിശാചിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആവശ്യമില്ലാത്ത ഫോൺ വിളികൾ വിളിച്ചു കഴിഞ്ഞാലും 1-2 മിനിറ്റിനുള്ളിൽ ഫോൺ ഓഫാക്കണം. അത് എപ്പോഴും വെച്ചുകൊണ്ടിരിക്കും. ചിലർ ചെവിക്കകത്ത് വെച്ചുകൊണ്ടിരുന്ന് ചെവി കളയണ കാണാം. ഇന്നിപ്പോൾ സാധാരണഗതിയിൽ പണ്ട് 80 വയസ്സ് 90 വയസ്സിലൊക്കെ കേൾവി കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ 35 വയസ്സിൽ കേൾവി കുറവായി കഴിഞ്ഞു. കർത്താവേ, മക്കളെ അനുഗ്രഹിക്കണമേ. ഫോൺ വിളി പിശാചിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ, സുഖപ്പെടുത്തണമേ. ഈ തിന്മയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ഒരു നല്ല ജീവിതം നയിക്കുവാൻ, എല്ലാം ക്രമീകരിച്ച് ചെയ്യുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. ഇങ്ങനെ കൂടുതൽ അസ്വസ്ഥയുള്ളവർക്ക് ഫോൺ കൗൺസിലിങ്ങിന് വേണ്ടി വിളിക്കാൻ 9447465414. കർത്താവ്, ഇങ്ങനെയുള്ള മക്കളെ രക്ഷിക്കുവാനുള്ള കൃപാവരം തന്നതിനെ ഓർമ്മിച്ച് ഞാൻ നന്ദി പറയുന്നു. കർത്താവ്, ഇവരെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കും.